UDFന് മികച്ച നിരയിൽ പ്രകടനം കാഴ്ചവെച്ച ജില്ലകളാണ് എറണാകുളം, അതുപോലെ ഇടുക്കി, അതുപോലെ തന്നെ കോട്ടയം, കൊല്ലം പോലുള്ള ജില്ലകൾ. എന്നാൽ UDFന് കാര്യമായ ഒരു മേധാവിത്വം ആലപ്പുഴയിൽ കാര്യമായ മേധാവിത്വം ഉണ്ടാക്കാനില്ല. മുനിസിപ്പാലിറ്റിയിൽ കുറേയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇനി BJPയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ ഒരു പിന്തുണയില്ലാത്ത UDFന് ആലപ്പുഴയിൽ പല മുനിസിപ്പാലിറ്റിയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അത് മാത്രമല്ല, ഒരു മിനി ഹൈക്കമാൻഡ് എന്ന കേരളത്തിൻ്റെ ഒരു ഹൈക്കമാൻഡ് പോലത്തെ ഒരു ജില്ലയാണ് ആലപ്പുഴ. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, AK ആന്റണി, വയലാറി പോലുള്ള മുതിർന്ന നേതാക്കൾ ആലപ്പുഴയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഒരു ഹൈക്കമാൻഡ് എന്നൊരു പരിച്ഛേദം ആലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു വിശേഷമുണ്ട്. എന്താണ് ആലപ്പുഴയിൽ UDFന് പിഴവ് സംഭവിച്ചത്? എവിടെയാണ്? മധ്യ തിരുവിതാംകൂറിലെ ജില്ലകളിൽ കോൺഗ്രസ് സ്വല്പമെങ്കിലും പുറകോട്ടടിച്ചെന്ന് പറയാൻ പറ്റില്ല. മുമ്പത്തെ അവസ്ഥയിൽ നിന്ന് കരകയറാതിരുന്നൊരു ജില്ല, താരതമ്യേന പുറകിൽ നിൽക്കുന്ന ജില്ല, അല്ലെ ബിലോ ആവറേജ് പെർഫോമൻസ് ആയിരുന്ന ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ആലപ്പുഴയെ വേണമെങ്കിൽ നമുക്ക് കോൺഗ്രസിനൊരു ഹൈക്കമാൻഡ് ജില്ല എന്ന് വിളിക്കാം. ഹൈക്കമാൻഡിൻ്റെ പ്രമാണിമാരായ നേതാക്കൾ AK ആന്റണി, വയലാർ രവി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കന്മാരെല്ലാം വിഹരിക്കുന്ന ജില്ലയും കൂടിയാണ്, അല്ലെ വിഹരിച്ചിരുന്ന ജില്ലയും കൂടിയാണ് ആലപ്പുഴ. ഇവിടെ എന്തുകൊണ്ട് കോൺഗ്രസ് തോറ്റു എന്നുള്ളത് വളരെ കാര്യമായി തന്നെ പഠിക്കണം. ഇപ്പം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസ്സിന് അപ്പർ ഹാൻഡ് കിട്ടിയിട്ടുണ്ട്. ചേർത്തല ഒഴികെയുള്ള എല്ലാ മുനിസിപ്പാലിറ്റിയിലും തന്നെ കോൺഗ്രസ്സാണ് മുഖ്യകക്ഷി, അല്ലെങ്കിൽ ഏറ്റവും ഒറ്റകക്ഷി. പക്ഷേ ഇവിടെ ഈ മുനിസിപ്പാലിറ്റികളിൽ ഇങ്ങനെ ഇത് കിട്ടുക എന്നുള്ളത് സാധാരണഗതിയിൽ കേരളത്തിലെ ഏത് തിരഞ്ഞെടുപ്പിലും മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസ്സിന് താരതമ്യേന നേട്ടം ഉണ്ടാകാറുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ മൂഡ് തിരിച്ചറിയപ്പെടുന്ന ജില്ല എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും. ജില്ലാ പഞ്ചായത്തിൽ LDFനായിരുന്നു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഗ്രാമപഞ്ചായത്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്, ഇലക്ഷൻ പ്രോസസ് നട്ടൽ. അവിടെ കോൺഗ്രസ് പുറകോട്ട് പോയതിൻ്റെ ന്യായീകരണങ്ങളൊന്നും പറയാനില്ല. കോൺഗ്രസ്സിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. നേതാക്കന്മാരോ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും പ്രകടമായി രംഗത്തേക്ക് വന്നിട്ടില്ല. മാത്രമല്ല, മറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നൊരു ജില്ലയാണ് ആലപ്പുഴ. CPMൻ്റെ കാര്യത്തിൽ കായംകുളത്തുണ്ടായിരുന്നു, സജി ചെറിയാൻ്റെ കാര്യത്തിലുണ്ട്, സംഘടനാ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഓരോ ആൾക്കാരും G സുധാകരൻ പരസ്യമായിട്ട് തന്നെ അടുത്ത വർഷത്തിനെതിരെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന AM ആരിഫ് കായംകുളത്തും ഹരിപ്പാട് 3ാം സ്ഥാനത്തായിരുന്നു. പാർലമെൻറ്റ് ഇലക്ഷൻ. അതിൻ്റെ AM ആരിഫിൻ്റെ കുഴപ്പത്തേക്കാൾ കൂടുതലായി പാർട്ടിയുടെ അതിനെ എല്ലാം അതിജീവിച്ചാണ് ഇപ്പം കഷ്ടിച്ചെങ്കിലും ഇടതുപക്ഷം അതിൻ്റെ അഭിമാനം കാക്കാൻ പറ്റിയൊരു ജില്ല. ചുരുക്കം ഈ ഭാഗത്തുള്ള ഏക ജില്ല എന്ന് വേണം പറയാം. അതിൻ്റെ താരതമ്യം ചെയ്യുന്ന കൊല്ലമായിട്ടാണ്. ആലപ്പുഴയേക്കാൾ കുറഞ്ഞ ഇടതുപക്ഷം 2 ജില്ലകളായിരുന്നു ആലപ്പുഴയും കൊല്ലവും. പക്ഷെ കൊല്ലത്ത് കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്നപ്പോൾ പോലും, കോർപ്പറേഷൻ ഉൾപ്പെടെ തിരിച്ചു വന്നപ്പോൾ പോലും ആലപ്പുഴയിൽ പുറകോട്ട് പോയി. അതെങ്ങനെ പോയി? അതിനെക്കുറിച്ചുള്ള പഠനവും ചർച്ചയാണ് ആവശ്യം. ഈ ഹൈക്കമാൻഡ് ജില്ല എന്ന് പറയുന്ന നേതാക്കന്മാരുടെ സതീശൻ പറയുന്ന പോലെ ടീം UDF അല്ല. ടീം UDF ആണ് ആലപ്പുഴ ജയിക്കണമല്ലോ. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ജയിക്കാത്ത? കൊല്ലത്ത് ഏത് ടീം UDFന് വേണ്ടി പ്രവർത്തിക്കാൻ ആരാ ഉണ്ടായിരുന്നു? ആകെ ഉണ്ടായിരുന്നു പ്രേമേന്ദ്രൻ ഉണ്ടായിരുന്നു. വേറെ ആരാ ഉണ്ടായിരുന്നു? വിഷ്ണുനാഥ് പോലും ഇല്ലായിരുന്നു. ആലപ്പുഴയിലെ സ്ഥിതി അതല്ല. ആലപ്പുഴ BJP അല്ലെങ്കിൽ ആരിഫ് 2ാം സ്ഥാനത്ത്, കായംകുളത്തും ആലപ്പുഴ BJP നല്ല വോട്ട് പിടിച്ചു. അവിടെയാണ് ആലപ്പുഴ ചില സിഗ്നലുകൾ തരുന്നത്. BJPക്ക് അനുകൂലമായി ആലപ്പുഴയിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ എന്തെല്ലാം ഹരിപ്പാട് നിയോജകമണ്ഡലം കക്ഷിച്ച് പറയാം മൊത്തം എടുക്കുമ്പോൾ. അല്ലെങ്കിൽ ഹരിപ്പാട് പഞ്ചായത്തിൽ NDA മുമ്പ് 1-2 പഞ്ചായത്തുകളിൽ ഇവർ 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ ആയാൽ LDF 3ാം സ്ഥാനത്തായിട്ടുണ്ട്, അല്ലെ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്, 2ാം സ്ഥാനത്തേക്ക് BJP വന്നിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് അതേത് രൂപത്തിലേക്ക് മാറും? വ്യക്തി കേന്ദ്രീകൃതമല്ല. അത് കൊല്ലവും വ്യക്തി കേന്ദ്രീകൃതമല്ല. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ശബരിനാഥ് മറ്റേ രാജീവ് ചന്ദ്രശേഖരൊക്കെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്നു. അങ്ങനെ കോട്ടയത്തെ ജോസ് കെ മാണിയുണ്ട്, വാസവനുണ്ട്, അങ്ങനെ അടുത്ത വർഷത്തിനുണ്ട്, കോൺഗ്രസിനുണ്ട്, തിരുവനന്തപുരം ഉണ്ട്. ആലപ്പുഴയിൽ അങ്ങനെ ഇല്ല. രമേശ് ചെന്നിത്തലയാണ് ഹൈക്കമാൻഡായിട്ടും അവിടെ മാത്രമേ മൊത്തത്തിൽ നടക്കുക. ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നില്ല. കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് അവിടെ UDFനും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ വ്യത്യാസം വന്നേനെ. ആലപ്പുഴ ലോക്കലൈസ്ഡ്. ആരാ ഉണ്ടായിരുന്ന ആലപ്പുഴ? ഇല്ല. ഈ നേതാക്കന്മാരുടെ പെരുമാറ്റം എന്തു പറഞ്ഞാലും സതീശൻ പറയുമ്പോൾ പോലും ഒരു നേതാവ് എന്താണോ ജനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആലപ്പുഴ എന്താ ചെയ്യാനുണ്ടായിരുന്നത്? ആലപ്പുഴ ഏത് നേതാവ് ഉണ്ടായിരുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ
ഷുക്കൂർ ആയിരുന്നു ആലപ്പുഴ DCC പ്രസിഡന്റ്. അതെ, ആലപ്പുഴ MLA-യും ഷുക്കൂറായിരുന്നു. അത് കഴിഞ്ഞുള്ള അത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണല്ലോ ഷുക്കൂർ ജയിച്ചത്. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു? തോമസ് ഐസക് ആലപ്പുഴയിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു 2006 ഷുക്കൂർ അവിടെ നിന്ന് ഇട്ടിട്ട് ഓടി. തോമസ് ഐസക് വന്നാൽ തോക്കുന്നൊരു തോന്നൽ ഈ മനുഷ്യനുണ്ടായി, അല്ലെങ്കിൽ ഈ മനുഷ്യനിൽ ആരോ ഉണ്ടാക്കും. പുള്ളി അരൂരൊക്കെ വന്നു. അരൂരേക്ക് വരിക, അരൂരും തോറ്റു. ആരിഫിനോട് തോറ്റു. അരൂർ ഷോർട്ട് സീറ്റാന്ന് വിചാരിച്ച് അരൂർക്ക് വന്നത്, അവിടെയും തോറ്റു. ആ ഒളിച്ചോട്ടമാണ് ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാരുടെ മുറയിൽ തകർന്നത്. തോറ്റാൽ കുഴപ്പമില്ലായിരുന്നു, തോറ്റാൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ PT തോമസിനെ മാറ്റി ഡീൻ കുര്യാക്കോസിനെ ഇടുക്കി മത്സരിച്ചപ്പോൾ ഇതേ അനുഭവം ഉണ്ടായി. ഡീൻ കുര്യാക്കോസ് 8 നില പൊട്ടി, ജോയ്സ് ജോർജ് ജയിച്ചു. അതെ. അപ്പോൾ ഇങ്ങനെ ഈ പേടിച്ചു ഓടുന്നു എന്നുള്ള ഈ പടക്കളത്തിൽ നിന്ന് അല്ലെങ്കിൽ പോരാട്ട മുഖത്തു നിന്ന് പേടിച്ചോടുന്നുള്ള ചിത്രം അണികളിലേക്ക് പോയാൽ അവർ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? അതാണ് ആലപ്പുഴ സംഭവിച്ചത്. പിന്നെ ഏറ്റവും നല്ലൊരു ജില്ലാ പ്രസിഡന്റ് ലിജു എന്ന് പറഞ്ഞ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോഴും സംശയിക്കുന്നു, ഈ നേതാക്കൾ തമ്മിലുള്ള പക്ഷപ്രതിപക്ഷങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ പലപ്പോഴും ഇലക്ഷനിൽ ഇപ്പോഴും തിരുവനന്തപുരത്തൊക്കെ പരാതി വന്നിട്ടുണ്ട്, പലയിടത്തും പരാതി വന്നിട്ടുണ്ട്. കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെ നമ്മൾ കാണാതിരുന്നുകൂടാ. ഇപ്പം ആലപ്പുഴ ഒരു ഇക്വേഷൻ പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയും തോമസ് ഐസക്കും അവർക്ക് 2 പേർക്കും ജയിക്കണം. 2 പേർക്കും പരസ്പരം ശല്യപ്പെടുത്താനും പറ്റും. അവിടെ എന്താ അവർ ചെയ്തതെന്ന് ഞാൻ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്, ഷുക്കൂറിനെ അവിടെ നിന്ന് മാറ്റി ഐസക്കിന് ഒരു സേഫ് ഹെവൻ ഉണ്ടാക്കി കൊടുക്കുക വഴി അവിടെ രമേശ് ചെന്നിത്തല ഹരിപ്പാടിന് രക്ഷപ്പെട്ടു. ഹരിപ്പാടും വേണേൽ ഇടതുപക്ഷ CBC വരുടെ നാടാണ് ഹരിപ്പാട്. ഏറ്റവും പ്രധാനപ്പെട്ട CPIക്ക് പ്രധാനപ്പെട്ട നേതാവ് അവിടെ പോയില്ലേ, അവിടെ രമേശിൻ്റെ കയ്യിലേക്ക് ആ സീറ്റ് പോയില്ലേ. അതുപോലെ തോമസ് ഐസക്ക് സുഖമായിട്ട് ആലപ്പുഴ ജയിച്ചില്ലേ. ഇപ്പോൾ 2021 PP ചിത്രരഞ്ജന അത് കോൺഗ്രസ് അവിടെ തകർന്നു പോയി. അത് അപ്പോഴും ചിത്രരഞ്ജൻ തോക്കണമെന്ന് രമേശ് ചെന്നിത്തല ആഗ്രഹിച്ചാണ്. അങ്ങേരുടെ ജയം നോക്കിയില്ലേ. അങ്ങനെ നോക്കിയെന്ന് ധാരണ വന്നാൽ കോട്ടയത്തുണ്ടായിരുന്നു, കോട്ടയത്ത് പ്രകടമായിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി, TK രാമകൃഷ്ണൻ, KM മാണി, ഈ 3 പേരുടെ അവർക്കെതിരായുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അവർ തന്നെയായിരുന്നു. അങ്ങനെ വേണം പറയുന്നത്. ഇപ്പോൾ KM മാണിക്കെതിരായിട്ട് ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്ന KM മാണി, ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ജയിക്കുമതി എന്നുള്ളത് ഉമ്മൻചാണ്ടി തീരുമാനിക്കും. അതുപോലെ TK രാമകൃഷ്ണൻ്റെ കോട്ടയത്ത് ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥി അല്ലെ ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥി കൊടുക്കും. അപ്പോൾ ഈ പാറ്റേൺ ആലപ്പുഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് സത്യം. ആലപ്പുഴയിൽ CPM-നെ ഉപദ്രവിക്കേണ്ട എന്ന് ഏതെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? തൻ്റെ വിജയം ഉറപ്പാക്കും. എടുത്തത് സംശയാസ്പദമായ ഒരു മത്സരമായിരിക്കും ഹരിപ്പാടുണ്ടാകുന്നത്. അവിടെ രമേശിന് വിജയം ഉറപ്പാക്കണ്ടേ? അതിനുള്ള മാർഗ്ഗം തന്നെ CPM-നെ കൂടുതൽ വെറുപ്പിക്കാതിരിക്കുക. ആ നയം പിന്തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണോ ആലപ്പുഴയിൽ UDF-ന് മെച്ചപ്പെട്ട വിജയം ഉണ്ടാക്കുക? അതായത് കൊല്ലത്ത് വരെ ഉണ്ടാക്കി. കൊല്ലത്ത് അങ്ങനെ താല്പര്യമുള്ള നേതാക്കന്മാരില്ല. കോർപ്പറേഷൻ പിടിച്ചു. കൊല്ലത്ത് കോൺഗ്രസിൽ താല്പര്യം ഉണ്ടാക്കാൻ പറ്റുന്ന നേതാക്കന്മാരില്ല. പാവം ബിന്ദു കൃഷ്ണയുടെ പേര് പറയാനുള്ളൂ, വേറെ ആരുടെയും പേര് തൽക്കാലം പറയാനില്ല. അവർക്ക് ഇത്തരം കളികൾക്ക് പോകാൻ പറ്റില്ല. പക്ഷെ എന്നിട്ടും കോൺഗ്രസ് പ്രവർത്തകരുടെ ബലത്തിൽ കൊല്ലം പിടിച്ചു. ഇവിടെ അത് പിടിക്കാൻ പറ്റില്ല. ആലപ്പുഴ പിടിക്കാൻ പറ്റുന്ന നാണക്കേട് തന്നെയാണ് കോൺഗ്രസ്സിന്. അതിന് ഇവർ 4 പേര് ഉത്തരം, 4 ഹൈക്കമാൻഡ് ഉത്തരം പറയണം. അതിന് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാത്തിലും അഭിപ്രായം പറയുന്നുണ്ടല്ലോ. മിനിമം എല്ലാവർക്കും അഭിപ്രായം മേലായി. അങ്ങനെ ഇത് ഇവർ ഉത്തരം പറയാൻ 4 പേരെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതമായ 4 പേരെ സപ്ലൈ ചെയ്ത കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ ഈ ആലപ്പുഴ ജില്ലയ്ക്ക് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നാണക്കേട് തന്നെയാണ്. ആ നാണക്കേടിൻ്റെ ഉത്തരവാദിത്വം ആരെങ്കിലും ഏറ്റെടുത്താൽ മതി. തൽക്കാലം ഇത്രമാത്രം.